എന്താണ് പാലിയം? പാലിയം എന്ന വാക്കിൻ്റെ അർത്ഥം കമ്പിളി കൊണ്ടുണ്ടാക്കിയൊരു മേലങ്കി എന്നാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. ഇതിന് പ്രതീകാത്മകമായ ഒരു അർത്ഥമുണ്ട്. അതായത് ഈ പാലിയം ധരിപ്പിക്കുന്നത് വഴി നല്ല ഇടയനായ ഈശോ നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തി തോളിലേറ്റി കാത്തുപരിപാലിക്കുന്നത് പോലെ ഓരോ മെത്രാനും മെത്രാപ്പൊലീത്തയും തങ്ങളുടെ അജഗണത്തെ സ്നേഹത്തോടെ മുറിവേറ്റതിനെ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി തോളിലേറ്റി പരിപാലിക്കുവാനുള്ള ഒരു പ്രതീകാത്മകമായ ഒരു അർത്ഥം ഇതിനുണ്ട്. എവിടെയാണ് ഈ പാലിയം നിർമ്മിക്കുക? ഇത് നിർമ്മിക്കുന്നത് റോമിലെ ട്രാപ്പിസ്റ്റ് സന്യാസികൾ വളർത്തിക്കൊണ്ടുവരുന്ന ചെമ്മരിയാടുകളുടെ രോമം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ചെമ്മരിയാടിനെ വളർത്തിക്കൊണ്ടുവന്ന രോമം അതിൻ്റെ കമ്പിളി രൂപത്തിൽ അത് പ്രത്യേകമായി തയ്യാറാക്കി ത്രസ്തേവരയിലുള്ള സാന്ത സിസീലിയ എന്ന് പറഞ്ഞ ബെനഡിക്റ്റൻ കോൺവെൻറ്റിലെ സന്യാസിനികൾക്ക് കൈമാറും. അവരാണ് അത് പാലിയം രൂപത്തിൽ തയ്യാറാക്കി വത്തിക്കാനിൽ സമർപ്പിക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 21 വത്തിക്കാനിൽ വെച്ച് ഈ പാലിയം പ്രത്യേകമായി ആശീർവദിച്ച് മാർപ്പാപ്പയുടെ കൈകളിലൂടെ മെത്രാപ്പൊലീത്തമാർക്ക് നൽകുവാൻ വേണ്ടി തയ്യാറാക്കുന്നത്. വൈ ഷേപ്പിലാണ് ഈ പാലിയം തയ്യാറാക്കിയിരിക്കുന്നത്. 3 ഇഞ്ച് വീതിയും അതോടൊപ്പം തന്നെ 12 ഇഞ്ച് നീളവുമുള്ള ഈ പാലിയത്തിൽ 6 കുരിശിൻ്റെ ചിഹ്നങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ 3 പിന്നുകളും അതിൻ്റെ സിംബോളിക്കായിട്ട് കാണുവാൻ സാധിക്കും. ഇത് ഈശോയുടെ 5 തിരുമുറിവുകളെ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാലിയം കൊടുക്കുന്നത് വഴി എന്താണ് തിരുസഭ അർത്ഥമാക്കുന്നത്? പലതരത്തിലുള്ള ചരിത്രങ്ങളും ഈ പാലിയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. നല്ല ഇടയനായ ഈശോ നഷ്ടപ്പെട്ട ആടുകളെ കണ്ടെത്തി അതിനെ തോളിലെടുക്കുന്നത് പോലെ മഹാ ഇടയനായ പത്രോസ്ലീഹ മുതൽ ഇന്നോളം വരുന്ന എല്ലാ മാർപ്പാപ്പമാരും ഈശോയുടെ പ്രതിനിധിയായി ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നല്ല ഇടയനെ പോലെ നഷ്ടപ്പെട്ട ആടുകളെ, മുറിവേറ്റതിനെ, ബലഹീനമായതിനെ തോളിലേറ്റി പരിപാലിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ് ഇതിനുള്ളത്. ഒപ്പം ഈ പാലിയം സ്വീകരിക്കുന്ന മെത്രാന്മാരുമാകട്ടെ അവർ റോമിലെ മഹാ ഇടയനായ മാർപ്പാപ്പയോടുള്ള തങ്ങളുടെ വിധേയത്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ഈ പാലിയം ഒരു ആരാധനാക്രമത്തിൽ മാത്രം ഉപയോഗിച്ചു വരുന്ന ഒരു ലിറ്റർജിക്കൽ വെസ്റ്റ്മെൻ്റാണ്. ഇത് ധരിക്കുന്നത് വഴി മെത്രാപ്പൊലീത്തമാർ തങ്ങളുടെ അധികാര പരിധിയുടെ സൂചനകൾ കൂടി നൽകുകയാണ്. സഭാപിതാവായ തെർത്തുല്യൻ AD 220 എഴുതിയ കത്തിൽ പാലിയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇതുപയോഗിച്ച് കണ്ടത് തിരുസഭാ ചരിത്രത്തിലെ മാർക്കൂസ് എന്ന് പറഞ്ഞ മാർപ്പാപ്പയാണ് ഇതാദ്യമായി ധരിച്ചത്. 6-ാം നൂറ്റാണ്ടിൽ ഗ്രെഗറി 1 മാർപ്പാപ്പ ഇത് സാധാരണ മെത്രാന്മാർക്ക് പോലും നൽകിയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 9-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇത് ഔദ്യോഗികമായി പതിവായി മെത്രാപ്പൊലീത്തമാർക്ക് മാത്രം നൽകുന്ന ഒരു പതിവ് തിരുസഭയിൽ നിലവിൽ വന്നത്. ആദ്യകാലത്ത് പാലിയം സ്വീകരിക്കുന്ന മെത്രാപ്പൊലീത്തമാരാകട്ടെ അവർ അത് സ്വീകരിച്ചത് വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ടാണ്, ആ ചടങ്ങിൽ വെച്ചാണ് പാലിയം സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് ഇത് കാലക്രമത്തിൽ ഈ പതിവ് മാറി റോമിലെ മഹാ ഇടയനായ മാർപ്പാപ്പയോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് പാലിയം സ്വീകരിക്കുന്ന പതിവ് തിരുസഭയിൽ നിലവിൽ വന്നു. ഒപ്പം മറ്റൊരു അർത്ഥം കൂടി ഇതിനുണ്ട്. അതായത് നല്ല ഇടയൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ പാലിയം സ്വീകരിക്കുന്നത് വഴി അർത്ഥമാക്കുന്നത്. ഏതായിരുന്നാലും മധ്യനൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ഈ പാലിയം കൊടുക്കൽ ഒരു വിവാദത്തിന് കാരണമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, പാലിയം സ്വീകരിക്കുന്നത് വഴി അത് സ്വീകരിക്കുന്ന മെത്രാപ്പൊലീത്തമാർ ഒരു ഓഹരി, ഒരു നിശ്ചിത തുക
റോമിന് ദാനമായി നൽകണമെന്ന ഒരു നിബന്ധനയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് കൗൺസിൽ ഓഫ് ബേസിൽ വഴി അത് ആ ഒരു പതിവ് നിർത്തലാക്കുകയുണ്ടായി. 15-ാം നൂറ്റാണ്ടോടുകൂടിയാണ് അങ്ങനെയുള്ള പതിവ് നിർത്തലാക്കിയത്. പിന്നീട് മാർപ്പാപ്പമാർ നേരിട്ട് പാലിയം പുതിയതായി നിയമിച്ചിരിക്കുന്ന മെത്രാപ്പൊലീത്തമാർക്ക് നേരിട്ട് നൽകുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പാരമ്പര്യം നിർത്തലാക്കുകയും പാലിയം റോമിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ആശീർവദിക്കുകയും പിന്നീട് അതാത് രാജ്യങ്ങളിലെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ നുൻഷ്യോ വഴി, അപ്പസ്തോലിക് നുൻഷ്യോ വഴി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാപ്പൊലീത്തമാർക്ക് നേരിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു പതിവ് നിലവിൽ കൊണ്ടുവന്നു. ആ പതിവ് നിർത്തലാക്കി ലയോ 14 മാർപ്പാപ്പ വീണ്ടും പാരമ്പര്യം ചെയ്യുന്നതനുസരിച്ചുള്ള ക്രമീകരണത്തിലൂടെ വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ പത്രോസ് പൗലോസ് സുലീഹന്മാരുടെ തിരുനാളിനോടനുബന്ധിച്ച് അന്ന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാപ്പൊലീത്തമാർക്ക് നേരിട്ട് പാലിയം നൽകുന്ന പതിവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം ലോകത്തിൽ നിന്നുള്ള 54ഓളം മെത്രാപ്പൊലീത്തമാർ നേരിട്ട് റോമിലെ മഹാ ഇടയനായ ലയോ 14 മാർപ്പാപ്പയിൽ നിന്നും നേരിട്ട് പാലിയം സ്വീകരിക്കുന്നത്. സാധാരണയായി മെത്രാപ്പൊലീത്തമാർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള പാലിയം നൽകി വരുന്ന പതിവെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ പതിവുകൾ തെറ്റിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ കോളേജ് ഓഫ് കാർഡിനൽസിൻ്റെ ഡീനായിരുന്ന അന്നത്തെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്ക് ഈ പാലിയം നൽകുകയുണ്ടായി, ഒരു ആദര സൂചകമായി. അതോടൊപ്പം തന്നെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും തൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഡീൻ ഓഫ് കാർഡിനൽസിന് ഈ പാലിയം നൽകി. പിന്നീട് ഈ പതിവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടരുകയും കോളേജ് ഓഫ് കാർഡിനൽസിൻ്റെ ഡീനായിരുന്ന കർദിനാളിന് ഇതുപോലെ പാലിയം നൽകുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും തിരുസഭയിലെ ഈ പാലിയം നൽകൽ ചടങ്ങിന് വലിയ ആഴമായ അർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വ്യാഖ്യാനമനുസരിച്ച് ഈ പാലിയം നൽകുന്നത് സൂചിപ്പിക്കുക നല്ല ഇടയനായ ഈശോ നഷ്ടപ്പെട്ട ആടിനെ, ബലഹീനമായതിനെ, രോഗാവസ്ഥയിലുള്ളതിനെ, കഴിവില്ലാത്തതിനെ തോളിലേറ്റി പരിപാലിച്ച് സ്നേഹിച്ച് നല്ല നിലത്തേക്ക്, അല്ലെങ്കിൽ ജീവൻ്റെ ഉറവയൊഴുകുന്ന നിലത്തേക്ക് ആനയിക്കുന്നതിൻ്റെ സൂചന കൂടിയായിട്ടാണ് ഈ പാലിയം അർത്ഥമാക്കുന്നത്. അപ്രകാരം ഓരോ ഇടയനും ജീവിക്കുവാനും ആടുകളെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ആനയിക്കുവാനും കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു.